Next topic is the advantages of plywood. The plywood has a reduced possibility to bend because the odd numbers of plies are attached, maintaining balance inside plywood. The plywood has a reduced possibility to bend. ഇതിനെ പ്ലൈവുഡ് എന്ന് പറയുമ്പോൾ അവിടെ ബെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് ബിക്കോസ് ഓഡ് നമ്പർ ഓഫ് പ്ലൈസ് ആർ അറ്റാച്ച്ഡ് ബൈ മെയിൻറ്റെയിനിങ് എ ബാലൻസ് ഇൻസൈഡ് ദ പ്ലൈവുഡ്സ്. ഇവിടെ ഓഡ് നമ്പർ ഓഫ് പ്ലൈവുഡ്സ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓഡ് നമ്പർ ഓഫ് പ്ലൈസ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അവ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ റെഡ്യൂസ്ഡ് ആ ഒരു ബെൻഡിങ് ഉണ്ടാകാനുള്ള ആ ഒരു പോസിബിലിറ്റി, ആ ഒരു ചാൻസസിനെ വളരെ കുറയ്ക്കുന്നു. In plywood, the stiffness of plywood has made it hard to bend and inflexible. The stiffness of plywood has made it hard. ഈ ഒരു സ്റ്റിഫ്നെസ്, പ്ലൈവുഡ് നല്ല സ്റ്റിഫ്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. ഹാസ് മെയ്ഡ് ഇറ്റ് ഹാർഡ്, ഈ ഒരു മെറ്റീരിയലിനെ നല്ല ഹാർഡ് ആക്കും. ആൻഡ് ഹാർഡ് ടു ബെൻഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ, പെട്ടെന്നൊന്നും ബെൻഡ് ചെയ്യത്തില്ല. അതേപോലെ തന്നെ ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ പ്ലൈവുഡ്. പ്ലൈവുഡ് ഹെൽപ്സ് ടു കോൺട്രിബ്യൂട്ട് ടു ദ എക്കണോമി. എക്കണോമിയെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ഒരു പ്ലൈവുഡ്. Next, while solid wood is heavy, the furniture made from plywood are comparatively lighter to transfer. Solid wood, സാധാരണ സോളിഡ് വുഡ് യൂസ് ചെയ്തിട്ട് ഫർണിച്ചേഴ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അവ വളരെ ഹെവി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വൈൽ യൂസിങ് ദിസ് പ്ലൈവുഡ് ആണ് ഫർണിച്ചേഴ്സ് മെയ്ഡ് ഫ്രം പ്ലൈവുഡ് ആണെങ്കിൽ വിച്ച് ഇസ് കമ്പാരിറ്റീവ്ലി ഭയങ്കര വെയിറ്റ് കുറവായിരിക്കും. ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട് വളരെ എളുപ്പവുമായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ പ്ലൈവുഡ് ഹാസ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. Cross graining in plywood helps to avoid the possibility to split while edges are nailed. Cross graining in plywood, പ്ലൈവുഡിലുള്ള ആ ഒരു ക്രോസ് ടൈപ്പ് ഗ്രൈനിങ് ദാറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് ദ പോസിബിലിറ്റി ഓഫ് സ്പ്ലിറ്റ്. അത് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു പോസിബിലിറ്റീനെ അവോയ്ഡ് ചെയ്യുന്നു. വൈൽ ദ എഡ്ജസ് ആർ നെയിൽഡ്, ആ ഒരു എഡ്ജസ് നെയിൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് ആ പോസിബിലിറ്റി ടു ആ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ആ ഒരു പോസിബിലിറ്റീനെ എന്ത് ചെയ്യുന്നു, അവോയ്ഡ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുന്നു ഇൻ ദിസ് പ്ലൈവുഡ്. The next one is the disadvantages of plywoods. Plywoods in the disadvantages. Urea and phenol formaldehyde used for gluing causes cancer. ഇപ്പം ഈ പ്ലൈസ് തമ്മിൽ ഓഡ് നമ്പർ ഓഫ് പ്ലൈസ് തമ്മിൽ ഗ്ലൂ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ യൂറിയ, ഫീനോൾ, ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ യൂസ് കാരണം സംടൈംസ് വിച്ച് കോസസ് ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. The plywood is in many aspects is weaker than woods. പല ആസ്പെക്ട്സിലും വുഡിനെയും കാട്ടും വളരെ വീക്കറാണ്. അതേപോലെ തന്നെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലുമാണ് ഈ പ്ലൈവുഡ്. ദ നോട്ട് ഡ്യൂറബിൾ ലൈക്ക് വുഡ്, വുഡിൻ്റെ കൂട്ട് ഡ്യൂറബിൾ അല്ല, അത്രയും ഒരു ലൈഫ് ഡ്യൂറബിൾ ആ ഒരു ലൈഫ് ഈ ഒരു പ്ലൈവുഡ് യൂസ് ചെയ്യുവാണെങ്കിൽ കിട്ടത്തില്ല. ഒരുപാട് ഡിഫക്ട്സ്, ഒരുപാട് ഡാമേജസ് ഒക്കെ ഉണ്ടാക്കും ബൈ യൂസിങ് ദിസ് പ്ലൈവുഡ്. ലൈറ്റർ ദാൻ നോർമൽ വുഡിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു പ്ലൈവുഡ് എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റർ ആണ്. Without some special resistance method, maximum after long term get attacked by insect. Without some special resistance method, maximum after long term get attacked by the insect. ചില സ്പെഷ്യൽ റെസിസ്റ്റൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ലോങ് ടേം ആയിട്ട് വരുമ്പം ഇറ്റ് ഈസ് അറ്റാക്ഡ് ബൈ ഇൻസെക്ട്സ്. ഇൻസെക്ട്സിൻ്റെ അറ്റാക്ക് ഒക്കെ ഒരുപാട് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഇൻ പ്ലൈവുഡ്. The plywood cannot be exposed to the wet or moisture weather for a long period of time. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം, കുറച്ച് കൂടുതൽ പീരീഡ് ഓഫ് ടൈമിൽ ഇറ്റ് cannot be exposed to wet or moisture weather. ഒരു മോയ്സ്റ്റ് അല്ലെങ്കിൽ ഒരു വെറ്റ് വെതറിൽ അതിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ അവയ്ക്ക് എക്സ്പോസ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റില്ല.
The surface of plywood, if not painted well, can peeled off. ഈ ഒരു പ്ലൈവുഡിൻ്റെ സർഫസ് പ്രോപ്പറായിട്ട് അവിടെ പെയിൻറ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ പീൽ ഓഫ് ചെയ്യാൻ, അതിൻ്റെ സർഫസ് ടോപ്പായിട്ടുള്ള ആ ഒരു പാർട്ട് പീല് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് ഇൻ കേസ് ഓഫ് ദ പ്ലൈവുഡ്. സർഫസ് ഓഫ് പ്ലൈവുഡ് പെയിൻറ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവ പീല് ചെയ്തു പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ടിമ്പർ പ്രോഡക്റ്റ് ആണ് ഫൈബർ ബോർഡ്. The pieces of woods, cane or other vegetable fibers and chippings, that is wood waste, waste paper, agricultural waste, are heated and pressed under pressure between steel plates to obtain the fiber boards. The pieces of wood, cane or other vegetable fibers, pieces of wood in the pieces agam or കെയിനിൻ്റെ പീസസ് ആകാം, ഓർ വെജിറ്റബിൾ ഫൈബേഴ്സ് ഒക്കെ ആകാം, അല്ലെങ്കിൽ ചിപ്പിങ്സ് എന്ന് പറയുന്ന വുഡിൻ്റെ വേസ്റ്റുകൾ, വേസ്റ്റ് പേപ്പറുകൾ, അഗ്രികൾച്ചറൽ വേസ്റ്റുകൾ ആർ ഹീറ്റഡ് ആൻഡ് പ്രസ്ഡ് അണ്ടർ ദ പ്രഷർ. അവയെ ഒരു പ്രഷറിലും നന്നായിട്ട് അതിനെ ഹീറ്റ് ചെയ്യും അണ്ടർ പ്രഷർ ബിറ്റ്വീൻ സ്റ്റീൽ പ്ലേറ്റ്സ് ടു ഒബ്റ്റെയിൻ. രണ്ട് സ്റ്റീൽ പ്ലേറ്റ്സിനിടയിൽ അണ്ടർ പ്രഷർ നല്ല രീതിയിൽ ഈ ഒരു മെറ്റീരിയൽസ്, അതായത് വുഡ്, കെയിന്, വെജിറ്റബിൾ ഫൈബേഴ്സ്, ചിപ്പിങ്സ്, ഇതിനെല്ലാം ഹീറ്റ് ചെയ്ത് പ്രഷർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രോഡക്റ്റിനെയാണ് ഫൈബർ ബോർഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് തിക്നെസ് വേരീസ് ഫ്രം 3 mm to 12 mm. ഇതിൻ്റെ ഒരു തിക്നെസ് വേരി ചെയ്യുന്നത് 3 mm to ഒരു 12 mm വരെ ആയിരിക്കും ആ ഒരു തിക്നെസ്സിൻ്റെ വേരിയേഷൻ ഇവിടെ ഉണ്ടാകുന്നത്. ഇറ്റ്സ് ഡെൻസിറ്റി വേരീസ് ഫ്രം 350 to 800 kilogram per centimeter cube. ഇതിൻ്റെ ഡെൻസിറ്റിക്ക് ഉണ്ടാകുന്ന ആ ഒരു വേരിയേഷൻ ഏകദേശം 350 to 800 kilogram per centimeter cube വരെയാണ് ആ ഒരു ഡെൻസിറ്റിയുടെ വേരിയേഷൻ വരുന്നത്. Used for preparing flush doors, table tops, insulating materials of heat and sound, etc. It is used for preparing. ഈ ഒരു ഫൈബർ ബോർഡ് യൂസ് ചെയ്തിട്ട് ഫ്ലഷ് ഡോറുകൾ ഉണ്ടാക്കാം, ടേബിൾ ടോപ്പുകൾ മാനുഫാക്ചർ ചെയ്യും, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഓഫ് ഹീറ്റ് ആൻഡ് സൗണ്ട്. ഇറ്റ് ഇൻസുലേറ്റ്, ഹീറ്റിനും സൗണ്ടിനും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ഇൻസുലേഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ദിസ് ഫൈബർ ബോർഡ്. ഇപ്പോൾ ഒരു ഫൈബർ ബോർഡിൻ്റെ ഫിഗർ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇവിടെ ഇറ്റ്സ് ക്ലിയർലി ഷോസ് ദാറ്റ് ഇവിടെ നമുക്ക് ചെറിയ ഫൈബേഴ്സ് ആയിട്ടുള്ള, അതായത് എന്ത് വേണമെങ്കിലും ആകാം, വുഡിൻ്റെ ചെറിയ വേസ്റ്റുകൾ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, അത് എന്ത് വേണമെങ്കിലും ആകാം. അതാണ് ഈ ഫൈബർ ബോർഡിൽ മെയിനായിട്ട് വരുന്നത്. The next, the fibers can be made from many lignocellulose and the raw materials form any composites, most notably fibreboard. Fibers made from many lignocellulose. ഇവിടെ ഫൈബർ ബോർഡിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫൈബേഴ്സ് എന്ന് പറയുന്നത് ലിഗ്നോസെല്ലുലോസിൽ നിന്നായിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്. ആൻഡ് ദ റോ മെറ്റീരിയൽസ് ഫോം എനി ഫോംസ്. ഈ ഒരു റോ മെറ്റീരിയൽസ് കൊണ്ട് ഫോം ചെയ്യുന്ന ആ ഒരു കോമ്പോസിറ്റ്സിനെയാണ് ഫൈബർ ബോർഡ് എന്ന് പറയുന്നത്. The fibers are typically produced by refining process. ഒരു റിഫൈനിങ് പ്രോസസ്സ് കൊണ്ടായിരിക്കും ഈ ഒരു ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫൈബേഴ്സ് ആർ ടിപ്പിക്കലി പ്രൊഡ്യൂസ്ഡ് ബൈ, ഈ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ റിഫൈനിങ് പ്രോസസ്സ്. ഒരു റിഫൈനിങ് പ്രോസസ്സ് വഴിയായിരിക്കും ഇവ ഉണ്ടാകുന്നത്. ടു മേക്ക് ദ ഫൈബേഴ്സ് ഫോർ കോമ്പോസിറ്റ്സ്, the bond between wood and fibers must be broken. It is in simplest form. It is accomplished by attrition milling. To make the fibers for composites, ഈ ഒരു കോമ്പോസിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫൈബേഴ്സ് എടുക്കുമ്പം ദാറ്റ് ബോൺസ് ബിറ്റ്വീൻ വുഡൻ ഫൈബേഴ്സ്, ഈ ഒരു വുഡൻ ഫൈബേഴ്സ് തമ്മിൽ ഒരു ബോൺസ് കാണും. ദാറ്റ് ഈസ് ബോണ്ട് ബിറ്റ്വീൻ വുഡൻ ഫൈബേഴ്സ് മസ്റ്റ് ബി ബ്രോക്കൺ. അതിനെ ബ്രോക്കൺ ചെയ്യണം. ഇൻ സിംപ്ലസ്റ്റ് ഫോം, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ഡൺ ബൈ അട്രീഷൻ മില്ലിംഗ്. അപ്പം ഒരു അട്രീഷൻ മില്ലിങ്ങിൽ നടക്കുന്നത് ബോണ്ട് ബിറ്റ്വീൻ വുഡൻ ഫൈബേഴ്സ്, ഒരു വുഡൻ ഫൈബേഴ്സിന് ബിറ്റ്വീൻ ആയിട്ടുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ അട്രീഷൻ മില്ലിങ്ങിൽ നടക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ കോമ്പോസിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫൈബേഴ്സിനെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്.
നെക്സ്റ്റ്, ഈ ഒരു ഫൈബർ ബോർഡിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നതാണ് ഒരു ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ് ആൻഡ് ദ സെക്കൻഡ് കാറ്റഗറി ഈസ് മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ്. ഫൈബർ ബോർഡ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ് ആൻഡ് മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ്. ഓരോന്നിന്റെ പ്രത്യേകതകൾ നോക്കാം. ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ് ഈസ് ആൻ എഞ്ചിനീയർഡ് വുഡ് പ്രോഡക്റ്റ് സിമിലർ ടു പാർട്ടിക്കിൾ ആൻഡ് മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ്. ഈ ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് വുഡ് പ്രോഡക്റ്റ് ആണ്, ഒരു എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഒരു വുഡ് പ്രോഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് സിമിലർ ടു, ഇത് എന്തിന് സിമിലർ ആണ്? ഒരു പാർട്ടിക്കിൾ ബോർഡ് ഓർ മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡുമായിട്ട് ഇവ സിമിലർ ആണ്. Then it is much stronger and harder because it is made out of wood fibers that has been highly compressed. ഈ ടൈപ്സ് ഓഫ് ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഹൈ ഡെൻസിറ്റി വളരെ കൂടുതലായിട്ടുള്ള ഫൈബർ ബോർഡ് ആണ്. ഇറ്റ് ഈസ് മച്ച് സ്ട്രോങ്ങർ ആൻഡ് ഹാർഡർ, ഇത് ഭയങ്കര സ്ട്രോങ് ആണ്, ഇവ നല്ല ഹാർഡർ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് വുഡൻ ഫൈബേഴ്സ്. ഈ ഹൈലി കംപ്രസ്ഡ് ആയിട്ടുള്ള വുഡൻ ഫൈബേഴ്സ് ഹൈലി കംപ്രസ് ആക്കി വെച്ചിരിക്കുന്ന അവിടെ നിന്നാണ് ഈ ഒരു ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. സോ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ആൻഡ് ഹാർഡർ ആയിരിക്കും. Then moving to the second category, that is medium density fiber board. Medium density fiber board is an engineered wood product made by breaking down of hardwood or softwood residual into wooden fibers. മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്ന് പറയുമ്പം ഒരു എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഒരു വുഡ് പ്രോഡക്റ്റ് ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ബ്രേക്കിംഗ് ഡൗൺ, ഒരു ഹാർഡ് വുഡ് ആകാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് വുഡിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, ഹാർഡ് വുഡ് ആൻഡ് സോഫ്റ്റ് വുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക ഇൻറ്റു വുഡൻ ഫൈബേഴ്സ്. ചെറിയ വുഡൻ ഫൈബേഴ്സ് ആയിട്ട് ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. Medium density fiber board is generally denser than plywood when compared to ഇതിന്റെ ഒരു ഡെൻസിറ്റി പ്ലൈവുഡിനെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് പ്ലൈവുഡിന്റെ ഡെൻസിറ്റിനെയും കാട്ടിലും എപ്പോഴും കൂടുതലാണ്. ഇറ്റ് ഈസ് ഡെൻസർ ദാൻ പ്ലൈവുഡ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫൈബർ ബോർഡിന്റെ രണ്ട് ഡിവിഷൻസ് പറയുന്നത്. ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡും ഉണ്ട്, മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡും ഉണ്ട്. Next one is benefits of fiber board. Fiber board in the benefits. Excellent thermal and acoustic improvement. നല്ല രീതിയിലുള്ള ഒരു thermal resistance കാണും and acoustic improvement വളരെയധികമായിട്ട് കാണിക്കും. Robust and stable support for final floor finish. ഒരു കൺസ്ട്രക്ഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ഫ്ലോർ ഫിനിഷ് ചെയ്തു, അത് ഈ ഒരു ഫൈബർ ബോർഡ് വെച്ചിട്ടാണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ദ റോബസ്റ്റ് ആൻഡ് സ്റ്റേബിൾ സപ്പോർട്ട്. നല്ല രീതിയിലുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഓർ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇവ പ്രൊവൈഡ് ചെയ്യും. ഹെൽപ്സ് ഇൻക്രീസ് the serviceable life to final floor. ആ ഒരു ഫൈനൽ ഫ്ലോറിന് ഒരു സർവീസബിൾ ലൈഫ് പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് ഇൻക്രീസസ്, ഒരു സർവീസബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് പ്രൊവൈഡ് ചെയ്യും ടു ദ ഫൈനൽ ഫ്ലോറിന്. The next one is the high load bearing and weight resistance. നല്ല ലോഡ് ബെയറിംഗ് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്, അതേപോലെ തന്നെ വെയിറ്റ് റെസിസ്റ്റൻസും വളരെ കൂടുതലാണ്. ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഈസി ടു ഹാൻഡിൽ. ദിസ് ടൈപ്പ് ഓഫ് ഈ ഒരു ഫൈബർ ബോർഡ് എന്ന് പറയുന്നത് വെയിറ്റ് വളരെ കുറവാണ്. സാധാരണ വുഡൻ മെമ്പേഴ്സുമായിട്ട് ഒരു വുഡൻ സ്ട്രക്ചേഴ്സുമായിട്ട് കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ വെയിറ്റ് വളരെ കുറവാണ്. സോ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടും യൂസ് ചെയ്യാനും ഒക്കെ പറ്റും. അത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. ക്വിക്ക് ആൻഡ് സിമ്പിൾ ടു ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് ക്വിക്ക്. ഭയങ്കര സ്പീഡായിട്ട് ചെയ്യാം, അതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടും പറ്റും ഈ ഒരു ഫൈബർ ബോർഡിനെ. എൻവയോൺമെന്റലി ഫ്രണ്ട്ലി കോമ്പോസിറ്റ്സ്, ഇത് വേറെ കെമിക്കൽസ് ആയിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ് ഈ ഒരു ഫൈബർ ബോർഡ് എന്ന് പറയുന്നത്.
Then inexpensive product. ഇതൊരു ഇൻഎക്സ്പെൻസീവ് ആണ്, വലിയ എക്സ്പെൻസീവ് ഒന്നും ഇതിൽ വരുന്നില്ല. യൂസ് ചെയ്യുന്ന സാധാരണ നമ്മുടെ ഫൈബേഴ്സ്, വുഡൻ ഫൈബേഴ്സ്, പേപ്പറിൻ്റെ ആ ഒരു വേസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു അഗ്രികൾച്ചറൽ വേസ്റ്റുകൾ, ആ ഒരു വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, നമ്മൾ ഡിസ്പോസ് ചെയ്ത് കളയുന്ന ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽസ്, അവിടെ നിന്നാണ് ഈ ഒരു ഫൈബർ ബോർഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊട്ടും എക്സ്പെൻസീവ് അല്ല, ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഫൈബർ ബോർഡ് എന്ന് പറയുന്നത്. These are the benefits. Then next one is the particle board. The particle board is also known as chipboard. It is an engineered wooden product manufactured from wood chips or jute stick chips and a synthetic resin or other suitable binder which are pressed and extruded. Particle board is also known as chipboard. Particle boardine chipboard എന്നും പറയാറുണ്ട്. Is an engineered wood product manufactured from wood chips or jute stick chips. ഇതെന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ ബോർഡിനെ നമ്മൾ ചിപ്പ് ബോർഡ് എന്ന് പറയാറുണ്ട്. ഇസ് ആൻ എൻജിനീയർഡ് വുഡ് പ്രോഡക്റ്റ് ആണ്. ഇസ് ആൻ എൻജിനീയർഡ് വുഡ് പ്രോഡക്റ്റ് ആണ്. മാനുഫാക്ചർഡ് ഫ്രം ഒരു വുഡൻ ചിപ്സ് ഓർ ജൂട്ട് സ്റ്റിക് ചിപ്സിൽ നിന്നായിരിക്കും ഇതിനെ മാനുഫാക്ചർ ചെയ്യുന്നത്. ആൻഡ് ഈ സിന്തറ്റിക് റെസിൻ, ഒരു സിന്തറ്റിക് റെസിൻ ഉണ്ട്. ഓർ അതർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബൈൻഡർ ഉണ്ട്. വിച്ച് ഈസ് പ്രസ്ഡ് ആൻഡ് എക്സ്ട്രൂഡഡ്. അവയെ പ്രസ് ചെയ്യുക, അവയെ എക്സ്ട്രൂഡ് ചെയ്തിട്ടൊക്കെ ഫോം ചെയ്യുന്നതായിരിക്കും ഈ ഒരു particle board. The next is particle board is cheaper, denser and more uniform than conventional wood and the plywood. കൺവെൻഷണൽ വുഡ് ഓർ പ്ലൈവുഡുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറയുന്നത് ചീപ്പർ ആണ്, വളരെ കോസ്റ്റ് കുറവാണ്, ഡെൻസർ ആണ്, കുറച്ചും കൂടെ വോളിയം ഉണ്ട്, ഡെൻസിറ്റി കൂടുതലാണ് ഈ ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾ ബോർഡ്. ആൻഡ് ഈസ് മോർ യൂണിഫോം, കൂടുതൽ യൂണിഫോം ആണ് കമ്പയർഡ് ടു കൺവെൻഷണൽ വുഡിനെയും പ്ലൈവുഡിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ യൂണിഫോം ആയിട്ടാണ് വരുന്നതാണിത്. പാർട്ടിക്കിൾ ബോർഡ് ക്യാൻ ബി മെയ്ഡ് മോർ അപ്പീലിംഗ് ബൈ പെയിന്റിംഗ് or the use of wood veneers on the visible surface. ഈ ഒരു പാർട്ടിക്കിൾ ബോർഡ് ക്യാൻ ബി മെയ്ഡ് മോർ അപ്പീലിംഗ്. നമ്മൾ ഈ പാർട്ടിക്കിൾ ബോർഡിന് മുകളിലായിട്ട് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൂടുതൽ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും ഇതിന് വരുന്നത്, കൂടുതൽ അപ്പീലിംഗ് ആയിരിക്കും. ഓർ ദ യൂസ് ഓഫ് വുഡ് വെനീർസ് ഓൺ ദ വിസിബിൾ സർഫസ്, അല്ലെങ്കിൽ ഈ ഒരു വുഡ് വെനീർസ്, ഇതിൻ്റെ ഒരു വിസിബിൾ സർഫസിൽ ഒരു വുഡ് വെനീർസ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ പെയിന്റ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ ഇത് കൂടുതൽ അപ്പീലിംഗ്, കൂടുതൽ എസ്തെറ്റിക് ആയിട്ട് കൂടുതൽ ഒരു ബ്യൂട്ടി പ്രൊവൈഡ് ചെയ്യും ഇൻ പാർട്ടിക്കിൾ ബോർഡ്. ദിസ് ഈസ് ദ ഫിഗർ ഓഫ് ഒരു പാർട്ടിക്കിൾ ബോർഡിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇതാണ് ആ ഒരു പാർട്ടിക്കിൾ ബോർഡിനെ ഈ കാണിച്ചേക്കുന്നത്. ഇതതിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയർ, ബോട്ടം വരുന്നുണ്ട്, ഇടയ്ക്ക് ഈ ഒരു പാർട്ടിക്കിൾസ്, ആ ഒരു പാർട്ടിക്കിൾ ബോർഡ് കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി, നമ്മൾ അതിൻ്റെ ഒരു സെക്ഷനായിട്ട് എടുക്കുവാണെങ്കിൽ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നതാണ് ടോപ്പ് വെനീർ. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആണ് ഈ കാണുന്നതാണ്, അവിടെ ഒരു ടോപ്പ് വെനീർ വരുന്നുണ്ട്. ഏറ്റവും ബോട്ടം ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ബാക്ക് വെനീർ. ഇൻ ബിറ്റ്വീൻ ദിസ് ടോപ്പ് വെനീർ ആൻഡ് ബാക്ക് വെനീറിനിടയ്ക്കാണ് ഒരു പാർട്ടിക്കിൾ ബോർഡ് കോർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ ഈ ഒരു കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ഇവിടെ ഒരു പാർട്ടിക്കിൾ ബോർഡ് കോർ ആയിട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടത്തിൽ ഒരു വെനീറാണ് കൊടുത്തേക്കുന്നത്. This is the particle board figure ആയി കാണിച്ചിരിക്കുന്നത്. And next is particle board uses. Particle boards are usually used for building applications such as the ceilings, walls, partition walls, floors, etc. പാർട്ടിക്കിൾ ബോർഡ്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ബിൽഡിങ്സിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്നത് സച്ച് ആസ് സീലിങ്സിന് വേണ്ടിയിട്ട്, വാൾസിൻ്റെ കൺസ്ട്രക്ഷൻ, പാർട്ടീഷൻ വാൾസ്, ഫ്ലോർസ്, ഇതിനെല്ലാം വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് പാർട്ടിക്കിൾ ബോർഡ്. Particle boards are also can be used as shuttering for concrete. കോൺക്രീറ്റിന്റെ ഷട്ടറിങ്, കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഷട്ടറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടും ഈ ഒരു പാർട്ടിക്കിൾ ബോർഡ് യൂസ് ചെയ്യാറുണ്ട്. The other products from particle boards are musical instruments such as pianos or organ, pallets, containers and packaging cases,
shop fittings and display boards. Other products, ഈ particle boards other than ഇപ്പം ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് സീലിങ്സിന് വേണ്ടിയിട്ട് വാൾസിന് പാർട്ടീഷൻ വാൾസ് ഫ്ലോർസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ വർക്ക്സ് എടുക്കുവാണെങ്കിൽ അവിടെ ഷട്ടറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതർ പാർട്ടിക്കിൾസ്, അതർ പ്രോഡക്ട്സ്, ഈ പാർട്ടിക്കിൾ ബോർഡിൽ നിന്നുള്ള അതർ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് വേണ്ടിയിട്ടുള്ള, അതായത് പിയാനോസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നെക്സ്റ്റ് ഓർഗൻസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പാലറ്റ്സ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടെയ്നേഴ്സ്, ചെറിയ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ വലിയ കണ്ടെയ്നേഴ്സ് ഒക്കെ പാർട്ടിക്കിൾ ബോർഡ് വെച്ചിട്ട് മാനുഫാക്ചർ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പാക്കേജിങ് കേസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഷോപ്പ് ഫിറ്റിംഗ്സ് ആൻഡ് ഡിസ്പ്ലേ ബോർഡ്സ്, ഷോപ്പിൽ ഉണ്ടാകുന്ന ആ ഒരു ഫിറ്റിംഗ്സിന് വേണ്ടിയിട്ട് ഓർ ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു ബോർഡ്സിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പാർട്ടിക്കിൾ ബോർഡ് യൂസ് ചെയ്യാറുണ്ട്. Roof framed building structure storage facilities also can make by using particle board. Roof framed building structure, ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ, റൂഫ് ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ഓർ സ്റ്റോറേജ് ഫെസിലിറ്റീസ്. ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ വെയർ ഹൗസ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റീസിലെല്ലാം ഈ ഒരു പാർട്ടിക്കിൾ ബോർഡ് യൂസ് ചെയ്യാറുണ്ട്. Then the last type of timber product എന്ന് പറയുന്നതാണ് multi-wood. Multi-wood refers to a white sheet that is supposed to be made of UPVC polyester resin. Multi-wood എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈറ്റ് ഷീറ്റ്. ഇത് ഇൻ ദ ഫോം ഓഫ് ഒരു വൈറ്റ് ഷീറ്റിന്റെ ഫോമിലാണ്. ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു ബി മെയ്ഡ് ഓഫ് UPVC, ഒരു UPVC പോളിസ്റ്റർ റെസിൻ ആയിട്ടായിരിക്കും ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പം മൾട്ടിവുഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ഷീറ്റാണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഒരു UPVC പോളിസ്റ്റർ റെസിൻ വെച്ചിട്ടായിരിക്കും ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. Then it is completely recyclable wood that is great to look and environmental friendly as well. ഈ ഒരു മൾട്ടിവുഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റീസൈക്ലബിൾ വുഡ്. കംപ്ലീറ്റ് ആയിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വുഡിനെയാണ് മൾട്ടി വുഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗ്രേറ്റ് ടു ലുക്ക് ആൻഡ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആസ് വെൽസ്. ലുക്ക് ഇൻ ദ കേസ് ഓഫ് നല്ല എസ്തെറ്റിക്കലി അപ്പീലിംഗ് ആയിട്ടുള്ള വൈഡ് വെറൈറ്റീസ് ഓഫ് കളേഴ്സിൽ അവൈലബിൾ ആണ്. എസ്തെറ്റിക്കലി അപ്പീലിംഗ് ആണ്. ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്സ് ഓഫ് വുഡാണ് മൾട്ടി വുഡ്. ആൻഡ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആസ് വെൽ. ഇതൊരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി കൂടെയാണ്. നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഒരു തരത്തിലുള്ള ഹാമും ഉണ്ടാക്കുന്നില്ല. റീസൈക്കിൾ ചെയ്ത് പിന്നെയും എഗെയിൻ നമുക്ക് ഈ ടൈപ്സ് ഓഫ് വുഡിനെ യൂസ് ചെയ്യാം. It is an effective and great substitute for wood that can be used in even moisture prone areas without worry. It is an effective and great substitute for wood. വുഡിന്റെ ഒരു എഫക്റ്റീവ് ആൻഡ് ഗ്രേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് നമുക്ക് മൾട്ടി വുഡിനെ പറയാനായിട്ട് സാധിക്കും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഈവൻ ഇൻ മോയ്സ്ചർ പ്രോൺ ഏരിയാസ്. മോയ്സ്ചർ പ്രോൺ ഏരിയാസിലും ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ എടുക്കുന്ന വുഡ്സ് ഒക്കെ ആണെങ്കിൽ മോയ്സ്ചർ പ്രോൺ ഏരിയാസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒരുപാട് വാട്ടർ കണ്ടന്റ് അതിൽ ഇറങ്ങി അതിൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അവിടെ ഒരുപാട് ഡിഫക്ട്സും ഉണ്ടാകും. ബട്ട് ഇൻ ദ കേസ് ഓഫ് നമ്മളൊരു മൾട്ടി വുഡ് ആണ് അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ മോയ്സ്ചർ പ്രോൺ ഏരിയാസിലും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. അത് എഫക്റ്റീവ് ആയിട്ട് ഡ്യൂറബിൾ ആയിട്ട് അത് അവിടെ റീറ്റെയിൻ ചെയ്യും. അതാണ് മൾട്ടിവുഡിന്റെ സ്പെഷ്യാലിറ്റീസ്. Then this is the figure of multi-wood. ആ ഒരു വൈറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു. ആ ഒരു മൾട്ടിവുഡിന്റെ ഒരു സിംഗിൾ മൾട്ടിവുഡ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു ഫിഗർ ആയി കാണിച്ചേക്കുന്നത് വളരെ റീസൈക്കിളബിൾ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു മൾട്ടിവുഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ മൾട്ടിവുഡ് ഡിഫറെന്റ് കൈൻഡ്സിൽ അവൈലബിൾ ആണ്. ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് ഈ ഒരു മൾട്ടിവുഡ്. എസ്തെറ്റിക്കലി അപ്പീലിംഗ് ആണ്. നമുക്ക് ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പല കളേഴ്സിലുള്ള ആ ഒരു മൾട്ടിവുഡിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. The next one is advantages of multi-wood.
The features of the sheet that makes it adaptable to the number of operations such as drilling, screwing, carving, painting, molding, which are essential to put the sheets to the functional use. The features of this sheet, ഈ ഒരു മൾട്ടി വുഡിലുള്ള ആ ഒരു വൈറ്റ് ഷീറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് അഡാപ്റ്റബിൾ. കുറേ ഓപ്പറേഷൻസ്, ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഇതിൽ ചെയ്യുവാണെങ്കിലും ഇത് ഹൈലി അഡാപ്റ്റബിൾ ആയിരിക്കും. ഇത് ഹൈലി അഡാപ്റ്റബിൾ ആണ്. ആ ഒരു നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് ഇത് ഹൈലി അഡാപ്റ്റബിൾ ആണ്. ദിസ് ടൈപ്പ് ഓഫ് വുഡ് സച്ച് ആ ഒരു ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഡ്രില്ലിംഗ്, സ്ക്രൂവിങ്, കാർവിങ്, പെയിന്റിങ്, മോൾഡിങ്, ഇത്രയും പ്രോസസ്സ് ആയിരിക്കും അവിടെ നടക്കുന്നത്. ഡ്രില്ല് ചെയ്യുന്നതിന്, സ്ക്രൂ ചെയ്യുന്നതിന്, കാർവ് ചെയ്യുന്നതിന്, പെയിന്റ് ചെയ്യുക, മോൾഡ് ചെയ്യുക, ഈ ഇത്രയും ഓപ്പറേഷൻസ് ചെയ്താലും ഒരു തരത്തിലുള്ള ഇഷ്യൂസും അവിടെ ഇല്ല. ഇറ്റ് ഈസ് ഫുള്ളി അഡാപ്റ്റീവ് ആണ് ഈ ഒരു ഓപ്പറേഷൻസിലൊക്കെ. Then next point is it can be used indoor as well as in the exterior of the buildings. ഒരു ബിൽഡിങ്സിന്റെ ഇൻഡോർസ് അകത്തും ഇന്റീരിയർ ആയിട്ടും ആസ് വെൽ ആസ് ആ ഒരു ബിൽഡിങ്ങിന്റെ എക്സ്റ്റീരിയർ ആയിട്ടും ഈ ഒരു ടൈപ്പ് ഓഫ് മൾട്ടിവുഡിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഓൾസോ capable of providing thermal and noise insulation. ഈ ഒരു മൾട്ടിവുഡ് യൂസ് ചെയ്യുമ്പം ഒരു തെർമൽ ഇൻസുലേഷന് വേണ്ടിയിട്ട് സഹായിക്കും. ആൻഡ് ഓൾസോ ഒരു നോയ്സ് ഇൻസുലേഷന് വേണ്ടിയിട്ട് ഇവ ഹെൽപ്പ് ചെയ്യും. Then multiwood is a waterproof and can be cleaned easily with soapy. വളരെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫ് ആണ്. അതിനെ ക്ലീൻ ചെയ്യാം ഈസി ആയിട്ട്. ഒരു സോപ്പി ആ ഒരു സർഫസിനെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ ഒരു സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം. സാധാരണ വുഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതെപ്പോഴും സ്മൂത്ത് ആവണമെന്നില്ല. ചിലപ്പോൾ റഫ് ആയിട്ടുള്ള സർഫസ് വരാം. അവിടെ ക്ലീനിങ്ങിനും കുറേ ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ ഇൻ മൾട്ടിവുഡ് ഈ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. നല്ല രീതിയിൽ അതൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇറ്റ് ഈസ് എ ടെർമൈറ്റ് ആൻഡ് ബോർ ആസ് വെൽ ആസ് സ്റ്റെയിൻ റെസിസ്റ്റൻസ്. സാധാ വുഡിൽ അഫക്റ്റ് ചെയ്യുന്ന ഇൻസെക്ട്സുകൾ കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഡിഫക്ട്സ് ഒന്നും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് എ ടെർമൈറ്റ് ആൻഡ് ബോർ ആസ് വെൽ ആസ് ടെർമൈറ്റ് റെസിസ്റ്റന്റ് ആണ്, ബോർ റെസിസ്റ്റന്റ് ആണ്, ആസ് വെൽ ആസ് സ്റ്റെയിൻ റെസിസ്റ്റന്റുമാണ്. ദിസ് ടൈപ്പ് ഓഫ് മൾട്ടിവുഡ്, ഈ മൾട്ടിവുഡ് എന്ന് പറയുന്നത് ടെർമൈറ്റ് റെസിസ്റ്റന്റ് ആണ്, ബോർ റെസിസ്റ്റന്റ് ആണ്, ആസ് വെൽ ആസ് അതൊരു സ്റ്റെയിൻ റെസിസ്റ്റന്റുമാണ്. It exhibits high impact resistance and resistance to chemical as well as ഈ ഒരു ടൈപ്പ് ഓഫ് മൾട്ടിവുഡ് ഹൈ ഇമ്പാക്ട് റെസിസ്റ്റൻസ്, ഇതിന്റെ ഇമ്പാക്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കമ്പയർ ടു അതർ ടൈപ്സ് ഓഫ് വുഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിന്റെ ഇമ്പാക്ട് വളരെ കൂടുതലാണ്. ആൻഡ് റെസിസ്റ്റൻസ് ടു കെമിക്കൽസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ ഒരു റെസിസ്റ്റൻസും വളരെ നന്നായിട്ടുണ്ട് ഈ ടൈപ്സ് ഓഫ് മൾട്ടിവുഡ്. ഇറ്റ് ഈസ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 100% റീസൈക്ലബിൾ ആൻഡ് സേഫ് ടു യൂസ് ബൈ കാർപ്പൻറ്റർ. 100%ഉം ഈ ഒരു മെറ്റീരിയലിനെ നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സേഫ് ഫോർ യൂസ് ബൈ കാർപ്പൻറ്റർ യൂസ് ചെയ്താലും വളരെ സേഫ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഈ മൾട്ടിവുഡ് എന്ന് പറയുന്നത്. The next one is disadvantages of multiwood. The tendency to warp when it is painted and kept under the hot sun, but since you have the digitally printed multiwood, the need of paint might not actually arise. Tendency to warp, വാർപ്പിനുള്ള ടെൻഡൻസി ഉണ്ട്. ഇപ്പോൾ ഇത് പെയിന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഒരു ഹോട്ട് സണ്ണിന്റെ പ്രസൻസ് വരിക, അവിടെയെല്ലാം ഇതൊരു വാർപ്പ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ട്. ബട്ട് സിൻസ് യു ഹാവ് ഡിജിറ്റലി പ്രിന്റഡ്, അതിന് പകരം നമ്മൾ പെയിന്റിങ്ങിന് പകരം ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഡിജിറ്റലി പ്രിന്റഡ് ആയിട്ടുള്ള ഒരു മൾട്ടിവുഡ് ആണ്. അപ്പം ഇവിടെ ഒരു പെയിന്റിങ്ങിന്റെ ആവശ്യം അവിടെ ഉണ്ടാകുന്നതേ ഇല്ല. ഇതാണ് മൾട്ടിവുഡിന്റെ പ്രത്യേകത. നെക്സ്റ്റ്, ഹിയർ കംസ് ടു ദ എൻഡ് ഓഫ് ദിസ് സെക്ഷൻ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടിമ്പറിനെ പറ്റിയിട്ട് നോക്കി. ആ ടിമ്പറിന്റെ ഏതൊക്കെ ടൈപ്സ് ഓഫ് ടിമ്പർ ആണ്, അതിന് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ആ ഒരു ഡിഫക്ട്സുകൾ എന്തൊക്കെയാണ്, ദെൻ ടിമ്പർ പ്രോഡക്ട്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഈ ഒരു സെക്ഷനിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.